ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗാണ്. ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. 28-ാം തീയതിയാണ് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സമയം വെളുപ്പിന് ഏകദേശം 3:30 19 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ 3:30 എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, കാരണം എല്ലാവരും ഉറങ്ങുകയാണ്. ഞാൻ ഹോളിൽ വന്നിരുന്ന പഠിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പ്രെയറൊക്കെ ചൊല്ലി ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് ഒരു 5 മണിക്കൂറിൻ്റെ ടൈമറൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതില്ല, ക്ലാസ് കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. കാരണം ടെക്സ്റ്റാണല്ലോ, ടെക്സ്റ്റിനെ ബേസ് ചെയ്താണല്ലോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. സോ ഞാൻ ടെക്സ്റ്റാണ് കൂടുതലും വായിച്ചത്. ഞാൻ എല്ലാ പാഠങ്ങളും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്കും എൻ്റെ ഒരു ഏകദേശം 9 ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആയി. അതായത് പോയംസിൽ നമുക്കങ്ങനെ ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി പോയം ഞാൻ 26-ാം തീയതി പഠിച്ചിട്ടുണ്ടായിരുന്നു. പോയംസൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ, കാരണം പോയംസ് ഞാൻ അങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ ഇനി ഞാൻ എങ്ങാനും വൈകുന്നേരം നാളെ കാലത്ത് എങ്ങാനും നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്സാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഈസി ഇംഗ്ലീഷ് ബൈ ജലി എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആളുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സും നല്ല ക്ലിയർ ആയിട്ട് വായിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ബുക്ക് തുറന്ന് വായിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ കൂടെ വായിച്ചു പോകാനും പറ്റും, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ 9 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ എന്തായാലും തീർക്കും. കാരണം നാളെ നമുക്ക് കാലത്താണ് എക്സാം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് എസ്സേ റൈറ്റിംഗ് ടിപ്സാണ്. നിങ്ങളെല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് കോട്ട്സ് പഠിച്ചു വയ്ക്കുക. അതായത് യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ തന്നെ ഒരുപാട് കോട്ടുകളുണ്ട്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോട്ടുകൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഇനി അതല്ലാതെ ഓരോ ചാപ്റ്ററും ബേസ് ചെയ്ത്, അതിപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കറേജിനെ കുറിച്ചുള്ള കോട്ടും, അല്ലെങ്കിൽ യുണീക്നെസ്സിനെ കുറിച്ചുള്ള കോട്ട് ഐ വിൽ ഫ്ലൈനെ ബേസ് ചെയ്ത്, പിന്നെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് ലിമിറ്റേഷൻസിൻ്റെ എതിരെ നമുക്ക് പോരാടാനുള്ള കറേജിനെ കുറിച്ച്, അങ്ങനെ ഓരോ യൂണിറ്റിനും വേണ്ടി ഓരോ സെപ്പറേറ്റ് കോട്ടുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ എഴുതുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ട്രാവലേഴ്സ് എഴുതുന്നവരാണെങ്കിൽ ട്രാവലിങ്ങിനെ കുറിച്ചൊരു നല്ലൊരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ട്രാവലിംഗ് എന്താണ്, അല്ലെങ്കിൽ ട്രാവലിംഗ് ഒരു നല്ലൊരു ഡിസിഷൻ. ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കാമാക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ പറഞ്ഞ കോട്ട്സ് ഒരുപാടുണ്ടാകും, നിങ്ങൾ ഗൂഗിളിൽ റെഫർ ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ കോട്ട്സൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പരമാവധി ഒരു 5 പാരഗ്രാഫൊക്കെ എഴുതാൻ നോക്കാം. ഇനി 4 മാർക്കിന് എത്ര പേജ് എഴുതണവർക്ക് ഞാൻ പറഞ്ഞുതരാം. 4 മാർക്കിന് ഓൾമോസ്റ്റ് ഒരു 1/2 പേജ് 3/4 പേജിൻ്റെ അടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതായത് നമ്മുടെ ആൻസർ ഷീറ്റില്ലേ, നമുക്കിപ്പോൾ കിട്ടുന്ന വരെയുള്ള റൂളിലുള്ള ആൻസർ ഷീറ്റിൻ്റെ ഒരു 1/2 പേജ് എഴുതിയാൽ മതി 4 മാർക്കിന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര കുറവല്ലേ എന്നൊക്കെ. പക്ഷേ അത് മതി, അതിന് നല്ല കണ്ടൻറ്റ് ഉണ്ടായാൽ മതി. അത് 1/2 പേജ് 3/4 പേജ് ഓൾമോസ്റ്റ് ഒരു 13 or 15 ലൈൻസ് മതി എന്നാണ് എൻ്റെ ഒരു അറിവ്. അത്ര ലൈൻസ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത്ര ലൈൻസ് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ എഴുതുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 1.5 പേജ് എഴുതുക. അതായത് ഞാൻ പറയുന്ന ഒരു ഷീറ്റിൻ്റെ കാര്യമല്ല കേട്ടോ, പേജാണ്. ഒരു സൈഡ്, ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ഫുള്ളും റൈറ്റ് സൈഡിൻ്റെ ഹാഫ് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് ഫുള്ളും ലെഫ്റ്റ് പേജ് ടേൺ ചെയ്തിട്ട് മറ്റേ പേജ് ഹാഫ് വരെയൊക്കെ നിങ്ങൾ എസ്സേ എഴുതാൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ ശ്രമിക്കുക. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ എഴുതുക. ലെറ്റേഴ്സിനും ഇൻഫോർമൽ ലെറ്ററിനും എല്ലാത്തിനും ബോർഡർ വരയ്ക്കുക. അങ്ങനെയൊക്കെ എഴുതാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തോരം എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി പറയുക, നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2.5-3 പേജ് എഴുതുക. അതായത് നിങ്ങൾ ഒരു സൈഡ് എഴുതി പേജ് ടേൺ ചെയ്തു, മറ്റേ സൈഡും പിന്നെ ഇപ്പുറത്തെ സൈഡ് വരെ പകുതി വരെ എഴുതുക. അത്രയ്ക്ക് എഴുതിയാൽ മതിയാവും. പക്ഷേ അതിൽ കൂടുതൽ എഴുതണമെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് 80 മാർക്കിൻ്റെ എക്സാമാണ് എഴുതാനുള്ളത്. നമ്മൾ 10th എഴുതിയ പോലെ അല്ല ഒരിക്കലും എക്സാം. കാരണം നമുക്ക് അറിയാം ഗ്രാമർ പോർഷൻസ് ഒക്കെ കുറവാണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്, ലോങ് ആൻസേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് എഴുതണം. അപ്പോൾ ഒരുപാട് എഴുതി നമുക്ക് ഒരുപാട് ചിന്തിച്ചിരിക്കാൻ ടൈമില്ല. സോ നമ്മൾ ഫാസ്റ്റായിട്ട് എഴുതുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ടൈം അലോട്ട് ചെയ്യുക. അതിപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവരെങ്ങനെ ടൈം അലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോമൺലി പറയുകയാണെങ്കിൽ ഒരു 1 മാർക്ക് സെക്ഷനും 2 മാർക്ക് സെക്ഷനും എല്ലാം കൂടിയിട്ട് നിങ്ങളൊരു 15 മിനിറ്റ്സ് അലൗട്ട് ചെയ്യുക. അപ്പോൾ ആ 15 മിനിറ്റ്സ് കൊണ്ട് ആ മൊത്തം 1 മാർക്ക് സെക്ഷനും 2 മാർക്ക് സെക്ഷനും കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള 4 മാർക്കിൻ്റെ സെക്ഷൻ ആണെങ്കിൽ നമുക്കൊരു 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യനാണ് എഴുതാണ്ടാവുക. അപ്പോൾ അതിനൊരു ഓൾമോസ്റ്റ് ഒരു 25 to 35 മിനിറ്റ്സ് വരെ അലൗട്ട് ചെയ്യുക. ബാക്കി 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് യൂസ് ചെയ്യുക. അതായത് നമുക്ക് 6 മാർക്കിൻ്റെ എത്ര 3 ക്വസ്റ്റ്യൻ കണ്ടാന്ന് തോന്നുന്നു.
3 4 അത്ര ക്വസ്റ്റ്യൻ. അപ്പോൾ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം ഒരു 8 മിനിറ്റ് വെച്ച് അലോട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് 8 മാർക്കിൻ്റെ സെക്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനൊരു 14-15 മിനിറ്റ് ആവണം. അത് കൂടുതലാവാൻ പാടില്ല, കാരണം നമുക്ക് ടൈം അത്രയും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി സ്പീഡിൽ എഴുതുക, പരമാവധി പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യേണ്ടത്. അതായത് ഗൈഡാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ ഓക്കെ, നിങ്ങൾ ഗൈഡ് പഠിച്ചോളൂ. പക്ഷേ ടെക്സ്റ്റ് ബേസ്ഡ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എന്താ പറയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഐഡിയ ഉണ്ടാവണം. പിന്നെ ഓതേഴ്സിൻ്റെ നെയിംസൊക്കെ കറക്റ്റായിട്ട് എഴുതണം. പിന്നെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ ശ്രമിക്കുക. അതായത് ഫ്രണ്ട് പേജൊക്കെ ഭയങ്കര നീറ്റായിട്ട് വയ്ക്കുക. ലാസ്റ്റ് പേജൊക്കെ ആകുമ്പോൾ നമുക്ക് സ്പീഡ് കൂടുമെന്ന് അറിയാം. എന്നാലും പരമാവധി അത് സ്പേസ് ഇട്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ക്ലിയർ ആക്കി എഴുതുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.